ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷ സേഫ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾക്ക് മഴയൊക്കെ ആയിട്ട് അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയാലോ. മഴയെ തിരിന്ന് കഴിക്കാൻ നല്ല സുഖമല്ലേ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വെക്കേഷനൊക്കെ അല്ലേ. ഇനി നമ്മൾക്ക് ഒരു പാത്രം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, കുറച്ച് ഒറിഗാനോ കൂടെയും ചേർക്കാം. ഒറിഗാനോ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തൈരും കൂടെയും ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ എടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മൾ എത്ര ചിക്കൻ ഇടുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ വരിഞ്ഞു കൊടുക്കാം കേട്ടോ. ചിക്കൻ എന്തോരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ മസാല തയ്യാറാക്കേണ്ടത് കേട്ടോ. ഇത്തിരി അധികം ഉണ്ടെങ്കിൽ ഇത്തിരി അധികമായിട്ട് ഇടാൻ ശ്രമിക്കാം. ഇനി നമ്മൾക്ക് ചിക്കൻ എല്ലാം വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നന്നായി ഇതൊന്ന് മസാല പുരട്ടി എടുക്കണം കേട്ടോ. കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചിക്കൻ വരിഞ്ഞത് കൊണ്ട് നമ്മൾക്ക് നന്നായി ഇതിൽ മസാല പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ മസാല പുരട്ടിയതിന് ശേഷം നമ്മൾക്കിതിൽ ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. എന്നാലേ നമ്മൾക്കിതിലേക്ക് മസാല പിടിച്ച് കിട്ടുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതിനായി ഒരു കടായി അടുപ്പിൽ വെച്ച് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ എടുത്തിട്ട് നമ്മൾക്ക് ഓരോന്നും ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിലുള്ള മസാലയെല്ലാം, ബാക്കി വരുന്ന മസാലയെല്ലാം ഇതുപോലെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിൽ നമ്മൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് ഫ്രൈ ആയി വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മറിച്ചിട്ടതിന് ശേഷം വേപ്പില ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് നന്നായി ഒരു ഫ്ലേവർ കിട്ടും. വേപ്പിലയുടെ ഫ്ലേവറും കൂടെയും കിട്ടുമ്പോൾ നമ്മൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ കരിഞ്ഞും പോകാതെ കിട്ടും വേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ. അതെന്തായാലും ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ മറിച്ചിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചത് ഹൈ ഫ്ലെയിമിലാക്കി ഇടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടിയിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കൂട്ടിയിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വേപ്പില ഇട്ടത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. എന്നാലും അതൊന്ന് ശ്രദ്ധിച്ചോളൂ. 3 മിനിറ്റ് ഒന്ന് കൂട്ടിയിട്ടിട്ട് 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.